5 മലയാളി കലാകാരന്മാരുടെ ചിത്രപ്രദർശനത്തിന് നവി മുംബൈയിലെ തിരക്കേറിയ ഷോപ്പിംഗ് മാൾ വേദിയായി. വൈവിധ്യം കൊണ്ട് ശ്രദ്ധേയമായ ചിത്രപ്രദർശനം കണ്ടുമടങ്ങിയത് പതിനായിരങ്ങളാണ്. ആർട്ട് ഗാലറിയുടെ 4 ചുവരുകൾക്കുള്ളിൽ നിന്ന് ഒരു ജനകീയ വേദിയിൽ അവതരിപ്പിക്കാനുള്ള ആശയം കലാകാരന്മാർക്കും ആസ്വാദകർക്കും നൂതന അനുഭവമായി. നവി മുംബൈയിലെ ഏറ്റവും തിരക്കേറിയ സീവുഡ് റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള നെക്സസ് മാളിലാണ് ഈ ചിത്രപ്രദർശനം നടക്കുന്നത്. 5 മലയാളികളുടെ ചിത്രപ്രദർശനമാണ് ഒരു സബർബൻ ഏരിയയിൽ ഇതാദ്യമായി മുംബൈയിൽ നടക്കുന്നത്. ബോംബെ യോഗക്ഷേമ സഭയുടെ നേതൃത്വത്തിൽ നവി മുംബൈയിൽ നടത്തിയ റെയിൻബോ ഓൺ ക്യാൻവാസ് ചിത്രപ്രദർശനം വേറിട്ട അനുഭവമായി. ടേക്കിംഗ് ആർട്ട് ടു ദ പീപ്പിൾ എന്നുള്ളൊരു കൺസെപ്റ്റാണ് വിച്ച് ഇൻസ്പയർഡ് അസ് ടു തിങ്ക് ഡിഫറെൻ്റ്ലി ഫ്രം മൂവിങ് ആർട്ട് ഫ്രം ദി ഗാലറി ടു ദ പീപ്പിൾ. ശശിധരൻ ഭട്ടതിരിപ്പാട്, വി.പി. പ്രശാന്ത്, വാസുദേവൻ പടുതോൾ, ധന്യ മനു, കാർത്തിക വിജു എന്നീ കലാകാരന്മാരുടെ സൃഷ്ടികളാണ് പ്രദർശിപ്പിച്ചത്. നെക്സസ് സീവുഡ് മാളിലെ തുറന്ന വേദിയിൽ സംഘടിപ്പിച്ച ചിത്രപ്രദർശനം വൈവിധ്യം കൊണ്ടാണ് ജനശ്രദ്ധയെ ആകർഷിച്ചത്. ഓരോരുത്തരുടെയും വളരെ വ്യത്യസ്തമായിട്ടുള്ള ശൈലി, അതേപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഇടം, അത് എനിക്ക് വളരെ ഒരു രസകരമായിട്ട് തന്നെ തോന്നുന്നുണ്ട്. ജനകീയമായ പ്രദർശന വേദിയുടെ ഭാഗമാകാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് കലാകാരന്മാരും. വളരെ വ്യത്യസ്തമായിട്ടൊരു അനുഭൂതി നമുക്ക് ചിത്രകാരന്മാർക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഞങ്ങളത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നവി മുംബൈയിലെ തിരക്ക് പിടിച്ച മാളിൽ സംഘടിപ്പിച്ച പ്രദർശനം കാണാൻ ആയിരക്കണക്കിന് ആസ്വാദകർ എത്തിയിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആയിരക്കണക്കിന് ആൾക്കാർ, 80,000-ഓളം പേരാണ് ദിവസേന വന്നു പോകുന്ന ഒരു മാൾ. അതെ, 80,000-ഓളം പേരാണ്. ഇപ്പോൾ തന്നെ ഒരു മോർണിംഗിൽ ഇത് വന്നു പോയേക്കുന്നത് ഒരു 10-30,000 പേര് വന്നു പോയിട്ടുണ്ട്. ഇത് കണ്ടണ്ട്. പാരമ്പര്യ ചോർ ചിത്രത്തിനോടൊപ്പം കറുപ്പും വെളുപ്പും പ്രസരിപ്പിക്കുന്ന രേഖാചിത്രങ്ങൾ, നൃത്തശൈലിയുടെ പ്രതിരൂപങ്ങൾ, പ്രകൃതി എന്നിവയെല്ലാം വിവിധ വിഷയങ്ങളായി ചിത്രങ്ങളിലെത്തി. സംഗീത പശ്ചാത്തലത്തിൽ നടന്ന തത്സമയ രചനയും ശ്രദ്ധ നേടി. प्रेमलाल, कैली न्यूज़, मुंबई।